എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പിയാണോ? ആവശ്യമില്ലാത്ത ടെൻഷൻസ് മനസ്സിൽ ഒരുപാട് സൂക്ഷിക്കരുത് കേട്ടോ. എല്ലാം നല്ലതായി വരും എന്ന് തന്നെ വിചാരിച്ച് പോസിറ്റീവായിട്ട് വേണം എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യാൻ. ആ പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഡിലേ ആയാലും അൾട്ടിമേറ്റ്ലി അതൊരു പോസിറ്റീവ് ഇതിലേക്ക് എത്തിക്കോളും കേട്ടോ. അത് കാരണം എപ്പോഴും നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഡിവൈനെ വിചാരിച്ച് എണീക്കുക, എല്ലാം പോസിറ്റീവായി വരും എന്നുള്ളൊരു തിങ്കിങ്ങിൽ തന്നെ എണീക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്, ഞാൻ ഇന്ന് രാവിലെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളെപ്പറ്റി എന്താണ് ഡിസ്കസ് ചെയ്യാറ് എന്ന്. ചെറിയ ഷോർട്ടായിട്ട് പെട്ടെന്ന് എടുത്ത് പോകാനേ സാധിച്ചുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ലോങ് വീഡിയോ അത് തന്നെ നമുക്ക് ചെയ്യാം. എന്തെങ്കിലും മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ഇവരവരുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സ് തുറക്കുന്നത് ആരോടായിരിക്കും? നമ്മുടെ ഫ്രണ്ട്സിനോടായിരിക്കും അല്ലേ. ആദ്യം എന്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഒരു ഉപദേശം എടുക്കും, അങ്ങനെയല്ലേ. എന്തെങ്കിലും ചെയ്യാൻ ആലോചിക്കുമ്പോൾ അത് ചെയ്യട്ടെ വേണ്ടയോ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ നമ്മൾ ആരോടായിരിക്കും ചോദിക്കാൻ? നമ്മുടെ ഫ്രണ്ട്സിനോടായിരിക്കും. അതുകൊണ്ട് അവരുടെ ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്, ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണുന്നവർക്കെല്ലാം റെസനേറ്റ് ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവാതിരിക്കുക. ഇതിൽ വരുന്ന റിസൾട്ട്സ് എന്ത് തന്നെ ആയാലും അത് ഓവറായിട്ട് മനസ്സിലേക്ക് എടുത്ത് ഒരുപാട് സന്തോഷിക്കുകയോ ഒരുപാട് ദുഃഖിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നമുക്ക് നിങ്ങളുടെ ഏകദേശ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുവരെ സമാധാനമായിട്ടിരിക്കുക കേട്ടോ. ഇതൊരു ജനറൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് മാത്രം കാണുക. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി എന്താണ് ഡിസ്കസ് ചെയ്യാറുള്ളത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി എന്താണ് ഡിസ്കസ് ചെയ്യാറ്? നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ അടുത്ത സുഹൃത്തുക്കളോട് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി എന്താണ് ഡിസ്കസ് ചെയ്യാറുള്ളത്? പേഴ്സണൽ നന്നായി മനസ്സിൽ വിചാരിക്കും. Judgment, Queen of Wands, Four of Swords, Hierophant, Magician, Ace of Cups, good, Page of Swords, Seven of Cups, Five of Cups, Nine of Cups, Eight of Swords, എന്താണാവോ അവിടെ? 10 of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ലവേഴ്സ്. ഓക്കെ, ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജസും ക്ലിയർ തന്നെയാണ്. ഹെയറോഫൻറ്റിൻ്റെ കാര്യത്തിൽ എന്താണ് അവർ പറയുന്നത് നോക്കാം. ക്ലാരിഫൈ ഹെയറോഫൻറ്റ്, ക്ലാരിഫൈ ഹെയറോഫൻറ്റ്, ക്ലാരിഫൈ ഹെയറോഫൻറ്റ്, ക്ലാരിഫൈ ഹെയറോഫൻറ്റ്. ഓക്കെ, അവിടെ 3 of Swords ആണ് എനിക്ക് തോന്നി. ക്ലാരിഫൈ 7 of Cups, ക്ലാരിഫൈ 7 of Cups. എന്താണ് അവിടെ റെസ്പോൺസിബിലിറ്റീസ്? എന്താണ് അവിടെ? Five of Pentacles, clarify Page of Swords, Page of Swords, clarify Page of Swords. Ace of Pentacles, okay, അതും ഏകദേശം തോന്നിയിരുന്നു. ക്ലാരിഫൈ 8 of Swords, 8 of Swords. എന്തുകൊണ്ടാണ് ഇവർ തനിയെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്?
ഓക്കെ, വേൾഡ് ലോങ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയണ്ടായിരുന്നു, അതെന്താണെന്ന് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ അവർ പറയുന്നുണ്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നവർക്ക് തോന്നുന്നു എന്ന് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നു. അതായത് നമ്മൾ പറയില്ലേ, എനിക്ക് ഇവരോട് പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്നൊരു ആത്മബന്ധം തോന്നി. ആദ്യമായിട്ട് ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് അവർ പറയുന്നത് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് അവർക്ക് തോന്നി എന്ന് അവരവരുടെ ഫ്രണ്ടിനോട് പറയുന്നു കേട്ടോ. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇവരെ ഒരുപാട് കാലമായിട്ട് നമുക്കറിയാം, അല്ലെങ്കിൽ ഇവർ നമുക്കൊരു എന്തോ ഒരു ആത്മബന്ധം പെട്ടെന്ന് ഒരാളുടെ അടുത്ത് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായി നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ, നിങ്ങളുമായിട്ടൊരു കണക്ഷൻ അവർക്ക് തോന്നി എന്ന്. അതായത് നിങ്ങളെ ആദ്യമായിട്ടല്ല കാണുന്നത്, ഒരുപാട് കാലമായിട്ട് അറിയാം എന്ന് തോന്നി എന്ന് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതുമാത്രമല്ല, ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, അതായത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് ഇവരെന്നും പ്രാർത്ഥിക്കാറുണ്ട് എന്നും ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ലതായി വരണം, റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ ഇവരെന്നും പ്രാർത്ഥിക്കാറുണ്ട് എന്നും ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നതായിട്ട് കാണുന്നു. അതോടൊപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര കോൺഫിഡൻസ് ഉള്ള, അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയുള്ള, ആ വാക്ക് ഞാൻ ആലോചിക്കുകയായിരുന്നു. സ്വയം പര്യാപ്തതയുള്ള, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള, എല്ലാം നിങ്ങൾ ആരെയും നോക്കി നിൽക്കുകയൊന്നുമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെയും നോക്കി നിൽക്കുകയൊന്നുമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് അത് സക്സസ് ആക്കുന്ന, അത് വിജയിപ്പിക്കുന്ന ഒരാളാണ് എന്ന് ഇവർക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഡിറ്റർമിനേഷനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ അത് അതിൻ്റെ അറ്റം എത്തിക്കും നിങ്ങൾ എന്നൊരു അഭിപ്രായം ഇവർക്ക് ഉണ്ട് നിങ്ങളെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രതി ഇവർ അട്രാക്റ്റഡ് ആണ്, സ്നേഹമുണ്ട്, ഒരുപാട് റെസ്പെക്റ്റും ബഹുമാനവും നിങ്ങളെ പ്രതി ഇവർക്കുണ്ട് എന്ന് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നത്. അതായത് അവരെ കണ്ട് പഠിക്കണം, അവരുടെ രീതികൾ കണ്ട് പഠിക്കണം, അവരെ പോലെ എനിക്ക് ആവാൻ പറ്റിയിരുന്നെങ്കിൽ, അവരുടെ ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ, അവരെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇവരുടെ സുഹൃത്തിനോട് പറയുന്നതായിട്ട് കാണുന്നു. ഇവർക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നും, ഇവരെ സ്ട്രെസ്സ് മൂലം, ഡിപ്രഷൻ മൂലം ഇവർക്ക് ഓവർ തിങ്കിങ് ഉണ്ട്, അതുകൊണ്ട് ഇവർക്ക് റെസ്റ്റ് കിട്ടുന്നില്ല, ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് ഇവരുടെ സുഹൃത്തിനോട് പറയുന്നതായിട്ട് കാണുന്നു. കാരണം എനിക്ക് തോന്നുന്നു അവിടെ ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. 3 of Swords വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഹെയറോഫൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്നേഴ്സിൽ ചിലരെങ്കിലും മാരീഡ് ആയിരിക്കാൻ, നിങ്ങളോടല്ല മറ്റൊരു സ്ഥലത്ത് മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ കമ്മിറ്റഡ് ആയിരിക്കാം. മാരീഡ് അല്ലെങ്കിൽ ഇവർ കമ്മിറ്റഡ് ആണ്, അതായത് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ആർക്കോ, ഒരു വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു സ്നേഹബന്ധം ഇവർക്ക് ഉണ്ടായിരിക്കും. അതും അല്ലെങ്കിൽ ഇവർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, ജാതി, മതം, വ്യവസ്ഥ അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ ഇവർ ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്, ജോലിപരമായിട്ട് ഇവർ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള സമുദായം, സൊസൈറ്റി എന്ത് പറയുന്നു, ലോകം എന്ത് ഇവരെക്കുറിച്ച് പറയും, ചുറ്റുമുള്ളവർ ഇവരെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള ചിന്ത ഒരുപാട് വെച്ച് പുലർത്തുന്നതായിരിക്കാം. ഇതെല്ലാം ഇവിടെ ഒരു തടസ്സമായിട്ട് വരുന്നതായിട്ട് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നതായിട്ട് കാണുന്നു. ഒന്നുകിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, അവർ ഓൾറെഡി മാരീഡ് ആണ്. ഈ സിറ്റുവേഷനിൽ ഇനി എന്താ ചെയ്യുക, അവിടെ എനിക്ക് എൻ്റെ സ്നേഹം തുറന്നു കാണിക്കാൻ സാധിക്കുന്നില്ല എന്ന് വളരെ വിഷമം തോന്നുന്നു എന്ന് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഇപ്പോൾ തടസ്സങ്ങളൊക്കെ എന്നെപ്പറ്റി, ഞാൻ ഈ ബന്ധവുമായി മുന്നോട്ട് പോയാൽ എന്നെപ്പറ്റി നാട്ടുകാരെന്ത് പറയും എന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോടാണല്ലോ എല്ലാം സത്യം നമ്മൾ പറയുക. അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവരെ കൂടാതെ ജീവിക്കാനും വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ, ഒരു ഹാർട്ട് ബ്രേക്ക് അവിടെ ഉള്ളതായിട്ട് അവർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ മാരീഡാണ്, ഈ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഓൾറെഡി ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുണ്ട്, സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യുക, അപ്പോൾ ഇവരോട് സ്നേഹം കാണിക്കുന്നില്ല ഞാൻ എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ടാവും ഇവരുടെ ഫ്രണ്ടിനോട് കേട്ടോ.
മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇവർക്ക് നിർത്താനേ സാധിക്കുന്നില്ല എന്ന് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് ഉറക്കമില്ലാത്തത്. കാരണം സ്നേഹം തുറന്ന് കാണിക്കാനും പറ്റുന്നില്ല, എന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താനും പറ്റുന്നില്ല. പിന്നെ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഒരു ഓവർ തിങ്കിങ് ഉണ്ട്, വീണ്ടും വീണ്ടും ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ് കേട്ടോ. നമ്മൾ ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യും, യൂണിവേഴ്സ് അത് നമുക്ക് നടത്തി തരും എന്ന് പറയില്ലേ, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ഇവർ ശ്രമിച്ചാലും ആ സമയത്തും ഇവർ നിങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച് എന്താവും, നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ് കേട്ടോ. എന്നവർ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഇവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല, ഇവരെൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്ന അത്രയും ഞാൻ ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുന്നു. ഇതാണായാലും പെണ്ണായാലും കേട്ടോ. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അവരുടെ സുഹൃത്തിനോട്, അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ നെഞ്ച് പൊട്ടുന്ന അത്രയും ഇഷ്ടം, അത്രയും ഇഷ്ടമാണ് എനിക്ക് എന്ന് അവർ അവരുടെ ഫ്രണ്ടിനോട് പറയുന്നതായിട്ട് കാണുന്നു. ഇവിടെ ഈ ഗ്രൂപ്പ് സ്റ്റുഡൻസിന്, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കാം കേട്ടോ. അവിടെ അവർ പറയുന്നത്, അവർ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നതാണ് ഓവർ തിങ്കിങ് ഉണ്ട് അവിടെ. കാരണം ഇപ്പോൾ അവർ ഫൈനാൻഷ്യലി അവരുടെ പാരൻറ്റിന് ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. പഠിക്കുന്ന സമയത്ത് നമുക്ക് ആരാ പൈസ തരിക, നമ്മുടെ അച്ഛനും അമ്മയാണ് തരിക. അപ്പോൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അവർ ഈ സമയത്ത് അവരുടെ അച്ഛനും അമ്മയും ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് അവർക്കൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. എപ്പോഴാണോ ഒരു ജോലി കിട്ടുക, എപ്പോഴാണോ എനിക്ക് എൻ്റെ റിലേഷൻ ഒരു അറ്റം എത്തിക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് കാണും. നാച്ചുറലി നമ്മളെല്ലാം സംസാരിച്ച് കാണും ഒരു സമയത്ത് അല്ലേ. ജോലി ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കില്ലേ, അത് തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. അവിടെ ഒരു ജോലി ശരിയായിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നതായിട്ട് കാണുന്നു. മറ്റു ചിലർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്നേഹം തുറന്ന് പറയാത്തതിൻ്റെ കാരണം റെസ്പോൺസിബിലിറ്റീസ്, എനിക്ക് കുടുംബത്തിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കടങ്ങളുണ്ട്, കടങ്ങൾ തീർക്കാനുണ്ട്, ഒരു കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫോക്കസ് ചെയ്യാനുണ്ട്, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ, പൈസ സംബന്ധമായ വല്ലാത്തൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കും, ഹെൽത്ത് ഇഷ്യൂ കാരണവുമായിരിക്കാം. ഹെൽത്ത് ഇഷ്യൂവിൻ്റെ ഒപ്പം വീട്ടിലും ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇവർക്ക് വേദനകൾ ഉണ്ടാവും, ശരീരത്തിൽ വേദനകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവാം, തലയ്ക്ക് എന്തെങ്കിലും ലൈക്ക് വീണിട്ട് ഒരു പരിക്ക് പറ്റുക, അങ്ങനെയൊക്കെ കുറച്ച് വീക്ക്നെസ് ഫീൽ ചെയ്യുക, ബോഡി വീക്കായിട്ട് ഫീൽ ചെയ്യുക, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ. അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഒരു പക്ഷേ ഇവർ കുറച്ച് പൈസ ചില കടം വാങ്ങിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഇവർക്കല്ലെങ്കിൽ ഇവരുടെ വീട്ടിൽ ആർക്കെങ്കിലും, ഇവരുടെ ഏറ്റവും അടുത്ത ആർക്കോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അതിനുവേണ്ടി ഇവർ കടം വാങ്ങിച്ച് കാണും, അതും ഒരു പ്രശ്നമായിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ. അത് അവർ അവരുടെ ഫ്രണ്ടിനോട് പറയാണ്, അവരോടല്ലേ പറയാൻ പറ്റുള്ളൂ ഇങ്ങനൊരു സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നതായിട്ടാണ് കാണുന്നത്. ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് എന്നും ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്. അതായത് കൂട്ടത്തിലിരിക്കുമ്പോഴും മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആണ്, മനസ്സ് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം വീണ്ടും വീണ്ടും മനസ്സ് ആരുടെ അടുത്തേക്ക് വരുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, ചിന്തകൾ നിർത്താൻ സാധിക്കുന്നില്ല, നിങ്ങളിൽ നിന്നും ദൂരെ ഇരിക്കുകയാണ്, ഇപ്പോൾ വിട്ട് നിൽക്കുകയാണ്, ഇപ്പോൾ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്യുകയാണ്. പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് വേണമല്ലോ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അതുകൊണ്ട് തന്നെ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ്സിങ് എനർജിയാണ്, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു എന്നും ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അതേപോലെ 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവർക്ക് ലൈഫിൽ വേറെ എന്തെല്ലാം ഇവർക്ക് കയ്യിലുണ്ടെങ്കിലും നിങ്ങളില്ലാത്തൊരു കുറവ് അവർക്ക് എപ്പോഴും എന്നും അറിയാം, ഫീൽ ചെയ്യാറുണ്ട് എന്ന് അവർ പറയുകയാണ് അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം, അവരില്ലല്ലോ എന്ന്, അവരും കൂടി വേണം എൻ്റെ ലൈഫിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളും കൂടി വന്നാലേ അവരുടെ ജീവിതം കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ഈ അടുത്തത് നമ്മൾ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. കാരണം അവിടെ ഞാനത് ക്ലാരിഫൈ ചെയ്തു, എന്തുകൊണ്ടാണ് അവർ സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അവർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ
അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് നോക്കിയപ്പോൾ എൻ്റെ ഉത്തരം കിട്ടിയത് ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നാണ്. ലോങ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കും. ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് പറയും. അതായത് നിങ്ങൾ ഇരിക്കുന്നത് ഒരു സ്ഥലത്ത്, അവരിയ്ക്കുന്ന ഒരു സ്ഥലത്ത്. യാത്ര ചെയ്ത് മാത്രമേ നിങ്ങളിൽ ഒരാൾ യാത്ര ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരസ്പരം കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വെള്ളം കൂടുതലായിട്ടുള്ള സ്ഥലത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ പക്ഷേ എന്താണ്, ഓവർ തിങ്കിങ് ആണ്. ചിന്തകൾ നിർത്താൻ സാധിക്കുന്നില്ല. ഒരു സർക്കിൾ പോലെ ഇങ്ങനെ ഒരു 0 എഴുതിയതുപോലെ ആ 0 ഒന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ലല്ലോ, ഇതിങ്ങനെ വട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കില്ലേ. അതുപോലെ നിങ്ങളുടെ ചിന്തകൾ ഇവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല. അതിങ്ങനെ ഒരു ലൂപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ജോലിയൊക്കെ ചിലപ്പോൾ ദൂര സ്ഥലത്തായിരിക്കും, നിങ്ങളിരിക്കുന്നതിൽ നിന്നും ദൂര സ്ഥലത്തായിരിക്കും. അവിടുന്ന് പെട്ടെന്ന് പോയി ഇവരെ കാണാൻ സാധിക്കുന്നില്ലല്ലോ, എന്ത് കഷ്ടമാണ്. ചിലപ്പോൾ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾ, ഒരു റിപ്പീറ്റഡ് പാറ്റേണിലായിരിക്കും നിങ്ങൾ തമ്മിൽ കാണാറുണ്ടാവുക. അതായത് മാസത്തിലൊരിക്കൽ, ആഴ്ചയിലൊരു 2 ആഴ്ചയിലൊരിക്കൽ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത് വന്ന് ഇവർ നിങ്ങളെ കാണും പോവും. അങ്ങനെയായിരിക്കും നിങ്ങളിപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പ്രാവശ്യം ഇവർ വരുന്നത് വരെ ഇവർ വെയിറ്റ് ചെയ്തേ പറ്റൂ അല്ലേ. അടുത്തൊരു പ്രാവശ്യം നിങ്ങളോ ഇവരോ നിങ്ങളെ കാണാൻ വരുന്നത് വരെ ഇവർ വെയിറ്റിംഗ് പീരീഡിലാണ്. അത് ഇവർക്ക് ഒരു വിഷമകരമായിട്ട് തോന്നുന്നു എന്ന് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നു. അതേപോലെ അവരവരുടെ ഫാമിലിയെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫാമിലിയിൽ അച്ഛനമ്മ ഉണ്ടായിരിക്കാം, സ്പൗസ് ഉണ്ടായിരിക്കാം, കുട്ടികളുണ്ടായിരിക്കാം അല്ലേ. അവരുടെ വീട്ടിലത്തെ കാര്യം, അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എല്ലാം ഇവർ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതിൽ എൻ്റെ വ്യൂവേഴ്സ് എവിടെയാണ് വരുന്നത് ഡിവൈൻ? ഇവിടെ എൻ്റെ വ്യൂവേഴ്സ് എവിടെയാണ് വരുന്നത്? അതായത് അതുകൊണ്ടാണ് അവരവിടെ ജഗിൾ ചെയ്യുന്നത്. കാരണം കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത വരുത്തേണ്ടത് ഇവരുടെ അത്യാവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഇവർ പറയുന്നു. അതായത് ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ പെട്ട് കിടക്കുകയാണ്. കാരണം കുടുംബത്തിന് എൻ്റെ ആവശ്യമുണ്ട്, ഇവർക്കും എൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് ഒരു ഉപദേശമൊക്കെ നമ്മൾ ആരോടാ ചോദിക്കുക? ഫ്രണ്ടിനോടാണ് ചോദിക്കുക അല്ലേ. അപ്പം അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ കാണുമായിരിക്കും കുടുംബത്തിൽ, അല്ലെങ്കിൽ ഇവർ സമ്പാദിച്ചിട്ട് വേണമായിരിക്കും ആ കുടുംബം കഴിയാൻ. അപ്പോൾ എനിക്ക് ആ കുടുംബത്തിനെ ഇട്ടെറിഞ്ഞ് പോകാനൊക്കില്ല എന്ന് പറയുന്നതായിട്ടും, ഞാനൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്ന് ഇവർ പറയുന്നതായിട്ടും കാണുന്നു. ലവേഴ്സ് വെച്ചിട്ട് ഇവർ പറയുന്നത് ഇവർക്ക് നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് വീണ്ടും ഉറപ്പിച്ച് തന്നെ ഇവർ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ് എന്ന് പറയുന്ന ട്വിൻ ഫ്ലെയിം ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും നിങ്ങളോട് സ്നേഹം തോന്നുന്നത് എന്ന് ഇവർ പറയുകയാണ് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കേട്ടോ. അതായത് വളരെ ഡീപ്പ് ലവ് ആണ്, അങ്ങനെ ഏറ്റവും ആഴത്തിലുള്ള സ്നേഹം തോന്നുന്നു എന്ന്. അപ്പോൾ അത് വെറുതെ തോന്നുന്നതല്ല ഒരാളോട്. ഇവരെ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് അറിയാമെന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. എത്രയോ ജന്മമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങളുടെ എന്നൊക്കെ ഇവർ പറയുന്നതായിട്ട് കാണുന്നു. സം മോർ കാർഡ്സ് ഡിവൈൻ, ഗിവ് മീ സം മോർ കാർഡ്സ്. കുറച്ച് കാർഡ്സ് കൂടി തരൂ. ചിലർ പറയേണ്ട അവർക്ക് നിങ്ങൾക്കൊരു പ്രപ്പോസലൊക്കെ തന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ചിലർ പറയേണ്ട അവർക്ക് നിങ്ങളോടൊരു പ്രപ്പോസലൊക്കെ തന്നാൽ എന്താവും എന്ന് ഇവർ ഡിസ്കസ് ചെയ്യുമല്ലോ ഫ്രണ്ടിൻ്റെ അടുത്ത്. പ്രപ്പോസ് ചെയ്യട്ടെ വേണ്ടേ എന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ ഒരു കല്യാണത്തിൻ്റെ പ്രപ്പോസലായിരിക്കും, അല്ലെങ്കിൽ ഇവരാദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യും, ഒരു ലവ് പ്രപ്പോസലായിട്ട് വരുന്നതായിരിക്കും. എനിക്ക് ഇന്ന ആളെ ഇഷ്ടമാണ്, അവരോട് ഞാൻ പോയി പ്രപ്പോസ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളാണേ. 2 ഓഫ് കപ്സ്. ഓക്കെ, ഒരു റീയൂണിയൻ സാധ്യതയെക്കുറിച്ച് ഇവരുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവർ പറയുകയാണ്, എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്കും എന്നോട് അത്രയും തന്നെ സ്നേഹമുണ്ട്. എനിക്ക് എത്രത്തോളം സ്നേഹമുണ്ടോ അത്രത്തോളം തന്നെ സ്നേഹം അവർക്ക് എന്നോടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇവരെ ഒന്ന് കാണാൻ എനിക്ക് സാധിക്കുമോ, കണ്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ കാണാൻ പോകുന്നു അവരെ, അങ്ങനെയും ആവാം. 1-2 ദിവസത്തിൽ ഞങ്ങൾ തമ്മിൽ കാണാൻ സാധ്യതയുണ്ട്, സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് കാണുന്നു. ഓക്കെ, എംപറർ വെച്ചിട്ട് ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു മേജർ ഏജ് ഗ്യാപ്പ് ഉണ്ട്. എല്ലാം ശരിയാണ്, അവർക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്, പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ഒരു മേജർ ഏജ് ഗ്യാപ്പ് ഉണ്ട്, വളരെയധികം ഏജ് ഗ്യാപ്പ് ഞങ്ങളുടെ ഇടയിലുണ്ട്. അതേപോലെ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ഞാൻ വഹിക്കുന്ന സ്ഥാനം, ഇതെല്ലാം ഒരു പ്രശ്നമല്ലേ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതിനി എന്താകും എന്നൊക്കെ ഇവർ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഇവർ പറയുന്നത്, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് മെസ്സേജസ് ഇവർ എന്നും എടുത്ത് നോക്കാറുണ്ട്, അല്ലെങ്കിൽ എനിക്കിന്നൊരു മെസ്സേജ് വന്നു എൻ്റെ പേഴ്സൻ്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അയക്കാൻ പോകുന്നു എൻ്റെ പേഴ്സണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കൈവശം ഉണ്ടെങ്കിൽ അതൊക്കെ ഇവരുടെ ഫ്രണ്ടിന് കാണിച്ചു കൊടുക്കുന്നതായിട്ട്, ഇതാണ് എൻ്റെ ആൾ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കില്ലേ, അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് വളരെ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നു എന്നും ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. വെച്ചാൽ കാര്യങ്ങൾ ക്ഷമയോടെ മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ക്ഷമയോടെ ഇരുന്നേ പറ്റുള്ളൂ, പക്ഷെ എനിക്ക് അവരെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഹൈലി ഇമോഷണലായിട്ട് അവർ സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ കാലവും മാറി വരുമല്ലേ എന്ന് ഇവർ ചോദിക്കുന്നുണ്ട് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അത് മാറി ഒരു നല്ല കാലം വരില്ലേ എന്നൊക്കെ ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് വീണ്ടും. ഹെർമിറ്റ് വെച്ചിട്ട് എനിക്ക് ആകെപ്പാടെ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആണ്, കൂടെ ആരും ഇല്ലാത്ത പോലെ തോന്നുന്നു, കാരണം നിങ്ങളെ മിസ്സിങ് ആണ്, അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആണ് എന്നൊക്കെ ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് കാണുന്നു. ലാസ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ്. അവിടെ അവർ പറയുന്നത് നിങ്ങളെ അവർക്ക് ഒരുപാട് സ്നേഹമാണ്, അവർക്കും നിങ്ങളോടും നിങ്ങൾക്ക് അവരോടും ഒരേപോലെ തന്നെ സ്നേഹമുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണണം, സംസാരിക്കണം. അതുകൊണ്ടാണ് ഒരു റീയൂണിയൻ്റെ കാർഡ് അവിടെ വന്നത്. കാണണം, സംസാരിക്കണം, അവരുടെ ഇമോഷൻസ് പങ്കുവെക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നും ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, വളരെ മനോഹരമായ ഫീലിങ്സ് അല്ലേ. ഇത് എന്തുകൊണ്ട് ഇവർ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വന്നു കണ്ടു പറഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ പ്രശ്നം, അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ മെയിൻ ഇഷ്യൂ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇന്ന് കുറേ പേര്, ഞാൻ രാവിലെ ഷോർട്സ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ചാനലിൻ്റെ മെസ്സേജസ് അവർക്ക് ഇഷ്ടമാണ്, അത് വേണമെന്ന്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചാനൽ മെസ്സേജസ് കൂടെ ഇട്ടേക്കാം. ഓക്കെ, ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നും കൂടെ ഇട്ടേക്കാം കേട്ടോ. പുതിയ ഡെക്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, മെസ്സേജസിൻ്റെയും എല്ലാം. അതൊക്കെ ഒന്ന് ചാർജ് ചെയ്തെടുത്തിട്ട് വേണം അത് ഞാൻ യൂസ് ചെയ്യാം. അടുത്ത ദിവസങ്ങളിൽ പുതിയ ഡെക്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഈ ഡെക്സ് കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പം മെസ്സേജസും കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് ആണ്. ഇതിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് ബാക്കി തിരിച്ച് ബൗളിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇത്രയും പോരെ? ഓക്കെ, ഭഗവാന്റെ കാലിൽ കിടന്ന് അതെടുക്കണം. ഇത് തന്നെ കുറേ ഉണ്ട് മെസ്സേജസ്. ഓക്കെ, പെട്ടെന്ന് വായിച്ചു പോകും കേട്ടോ. നമഃശിവായ. ഫസ്റ്റ് മെസ്സേജ്, വിർഗോ, നിങ്ങളുടെ പേഴ്സൺ വിർഗോ, കന്നി രാശിയാവാൻ സാധ്യതയുണ്ട്. ഹെർമിറ്റിൻ്റെ രാശിയാണത്. ഐ ഹാവ് മൂവ്ഡ് ഓൺ. ഓക്കെ, അവർ മൂവ് ഓൺ ചെയ്തു എന്ന് പറയുന്നു. സർപ്രൈസ്, ആർക്കോ ഒരു സർപ്രൈസുമായി അവർ വരുന്നുണ്ട്.
നമ്പേഴ്സ് 4, 22, 13, 31 നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള നമ്പർ ആയിരിക്കും അത്. യു ആർ ഡ്രൈവിങ് മീ ക്രേസി, നിങ്ങളവരെ വട്ടുപിടിപ്പിക്കുന്നു. വാർണിംഗ്, ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ്, കൂടെയുള്ളവരെ സൂക്ഷിക്കുക കേട്ടോ, കൂടെ നിന്ന് ചതിക്കാതെ ശ്രദ്ധിക്കുക. കമ്മിറ്റ്മെൻറ്റ്, ചിലർക്കെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അവരവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത് നിങ്ങൾക്കൊരു പ്രപ്പോസൽ തരുന്നതിനെ പറ്റിയിട്ടൊക്കെ, അതാണത്. നമ്പേഴ്സ് 1, 10 ഇതും നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉള്ള നമ്പർ ആയിരിക്കും. യു ആർ മൈ ലക്കി ചാം, നിങ്ങളവരുടെ ലൈഫിൽ ലക്ക് കൊണ്ടുവന്ന ആളാണ് എന്നവർ വിചാരിക്കുന്നു. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ നിർത്താനേ സാധിക്കുന്നില്ല. ഐ എം സോറി ഐ ഹേർട്ട് യു, സോറി പറയുകയാണേ. മാരി മീ, കണ്ടോ പ്രപ്പോസൽ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. 11 വിഷ് ഫുൾഫിൽമെൻറ്റ്, പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. ഓക്കെ. ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഡു യു ലവ് മീ, നിങ്ങൾക്കവരെ ഇഷ്ടമാണോ. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി, ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി ഉണ്ട് അവരുടെ ലൈഫിൽ. ഐ ലവ് യു, തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇന്നത്തെ ദിവസം സെറ്റായില്ലേ നിങ്ങളുടെ. നമ്പേഴ്സ് 5, 14, 23. യു ഹാവ് ലൈറ്റ് ടു മീ, ഓക്കെ, നിങ്ങളെന്തോ മറച്ചു വെച്ചു എന്ന് പറയുന്നു. ഒന്ന് മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണെന്ന്. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു, ഒരിക്കലും നിങ്ങളെ വിട്ടുകളയില്ല എന്ന് പറയുന്നു. യു ജസ്റ്റ് കാൻ ലവ് എനിവൺ, നിങ്ങളല്ലാതെ ഇവരാരെയും സ്നേഹിക്കാൻ അവർക്ക് കഴിയില്ല. മാനിഫെസ്റ്റിംഗ് യു, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ നിങ്ങളവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ്. സ്കോർപിയോ, വൃശ്ചിക രാശി. യു ഹാവ് ചേഞ്ച്, നിങ്ങളിൽ എന്തോ ഒരു മാറ്റം അവർക്ക് തോന്നുന്നു. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്, നിങ്ങളെ അവർക്ക് മറക്കാനേ സാധിക്കില്ല. അക്വേറിയസ്, കുംഭരാശി ആയിരിക്കാം. ഐ കാൻ സ്ലീപ്പ് അറ്റ് നൈറ്റ്, ഓവർ തിങ്കിങ്, ഇത് റീഡിങ്ങിൽ വന്നിരുന്നു അല്ലേ. ഓവർ തിങ്കിങ് ആണ്, ഉറങ്ങാൻ സാധിക്കുന്നില്ല. 222 റീയൂണിയൻ, ഓക്കെ, അതും വന്നിരുന്നു അല്ലേ. ഞാൻ പറഞ്ഞില്ലേ റീയൂണിയൻ്റെ കാർഡ്. നമ്പേഴ്സ് 2, 11 ഇതും നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് നമ്പർ ആയിരിക്കും. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഐ എം ഹെൽപ്ലെസ്, അവർ നിസ്സഹായ അവസ്ഥയിലാണ്, അവരോട് ദേഷ്യപ്പെടല്ലേ എന്നാണ് അവർ പറയുന്നത്. വേണം 2-3 കൂടെ എടുക്കാം. ഇത് സങ്കടത്തിൽ നിർത്തണ്ട അല്ലേ. നമ്പേഴ്സ് 8, 17, 26. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു, അവരൊരിക്കലും നിങ്ങളെ കൈവിട്ട് കളയില്ല. ലവ് യുവർ സ്മൈൽ, കീപ് സ്മൈലിങ്, അത് പറയുന്ന കേക്ക് കേട്ടോ, ചിരിച്ചുകൊണ്ടിരിക്കും. ഐ വോണ്ട് ടു ബി വിത്ത് യു, അവർക്ക് നിങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പോസിറ്റീവ് നോട്ടിൽ നമുക്ക് നിർത്താം. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും അവരിൽ നിന്നുള്ള ചാനലിൻ്റെ ഹാൻഡ് റിട്ടൺ മെസ്സേജസും നിങ്ങൾക്കായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇന്ന് ഹാപ്പി അല്ലേ. ഇപ്പോൾ എത്ര പേർക്ക് ഐ ലവ് യു പറഞ്ഞു നിങ്ങളുടെ പേഴ്സൺ, ഇല്ല എന്ന് പറയരുത്. ഓക്കെ കേട്ടോ. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു, ഒബ്സസ്ഡ് തോട്ട്സ് ആണ് പറഞ്ഞു, അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല പറഞ്ഞു അല്ലേ. ഇതെല്ലാം നമ്മുടെ റീഡിങ്ങിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. ഹൈപ്പ് ചെയ്താൽ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും, അതുകൊണ്ടാണേ. അതേപോലെ വേറെ എന്താണ്, അപ്പോൾ ഉടനെ തന്നെ ഇതുപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, പ്രത്യേകമായിട്ട് സമാധാനമായിട്ടിരിക്കുക. എല്ലാ പ്രശ്നങ്ങളും പോസിറ്റീവായി തന്നെ സോൾവ് ആകും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. ഡിവൈനെ കൈവിടാതിരിക്കുക, ഉറച്ച് വിശ്വസിക്കുക. എല്ലാം അദ്ദേഹം പോസിറ്റീവാക്കി തരും. ഓക്കെ, അപ്പോൾ അതുവരെ ഇനി നമ്മൾ ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.